അവിടെ പോയാ മസാല പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. മുട്ട വന്നോ? മുട്ട വന്നില്ലല്ലോ. ചേഞ്ചി ഉറങ്ങിപ്പോയി കാണും. നമ്മളും കിടന്നാ ഉറങ്ങിപ്പോവും. മുഖം കാണിച്ചേ, മുടിയെല്ലാം വല്ലാതിരിക്കുന്നല്ലേ. അങ്ങനെ പ്രാർത്ഥന നടക്കുന്ന മാങ്ങാനത്തെ വീട്ടിലെത്തിയേ. ഇതാ ഇവിടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ടൊക്കെ ഉണ്ട്. അവരുടെ വലിയ മിറ്റ. ഈയിടെ കൺവെൻഷൻ നടക്കാൻ പോവാം. അങ്ങനെ രാവിലെ നമുക്ക് പുട്ടും അരിപ്പുട്ടും വെള്ളക്കടലക്കറി കഴിക്കാം. അപ്പോഴേ ഇന്ന് നമ്മൾക്കൊരു ഫേസ് പാക്കും കൂടെ ആയാലോ? ഒത്തിരിയായി ഞാൻ വല്ലതും ഈ ശനിയാഴ്ച കഴിഞ്ഞ ഇന്നലെയല്ല മിനിങ്ങാന്ന് ശനിയല്ല, അതിന് മുമ്പിലത്തെ ശനിയാഴ്ച കല്യാണത്തിന് പോയിട്ട് പോലും മുഖത്തൊന്നും തേക്കുവോ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് എന്തെങ്കിലും തേക്കാം. ഒത്തിരി ആയില്ലേ. അപ്പോൾ നിസ്സാരമായിട്ടൊരു കാര്യമാണ് നമ്മളുടെ തൈര്. കുറച്ച് തൈര് ഇതാ. കാണാമല്ലോ. തൈര് മുഖത്തുള്ളത് മാത്രം മതിയല്ലോ, ഒത്തിരി വേണ്ടല്ലോ. തൈര് മുഖം നന്നായിട്ട് സോപ്പിട്ട് കഴിയേ. ഡവ് ഇട്ട്, പിന്നെ നമ്മുടെ കടലമാവ്, ഇതെല്ലാം ഞാനൊരു ഡപ്പായിലിട്ട്, കടലമാവ് ആവശ്യത്തിന് മുഖത്ത് തേക്കാൻ മാത്രം പോരെ, മതി. ഇനി അടുത്തത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ. ഓൺലൈനിൽ ആമസോണിൽ നിന്ന് വെച്ചാൽ മോൺബെയറിൻ്റെ ഞാനിതാ തേക്കുന്ന ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ഇതാ കണ്ടോ? അപ്പം അതും ആവശ്യത്തിന്. ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന് ഈ കളറല്ല കേട്ടോ. ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന് കടും മഞ്ഞ കളറല്ല കേട്ടോ. ഇതാ ഈ കളറ്. അപ്പോൾ തൈര്, കടലമാവ്, കസ്തൂരി മഞ്ഞൾ. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. മുഖത്ത് പറ്റിയിരിക്കുന്ന പോലെ ആ ഒരു കൺസിസ്റ്റൻസി മതിയല്ലോ, ഒത്തിരി വേണ്ട. കടലമാവ്, തൈര്, കസ്തൂരി മഞ്ഞൾ. ഈ വേനൽക്കാലത്തെ ഭയങ്കര റഫായിട്ടിരിക്കത്തില്ലേ, ടാനൊക്കെ അടിക്കത്തില്ലേ. നമ്മൾ എല്ലാ ദിവസവും എന്നതേലും ഇങ്ങനത്തെ നാച്ചുറലായിട്ട് ചെയ്യുന്ന നല്ലതല്ലേ. അപ്പോൾ അങ്ങ് തേച്ചേക്കാം. മിക്സ് ആയിട്ടുണ്ടേ. വേറൊന്നും വേണ്ട, ഇന്ന് ഇത് മാത്രം മതി. എല്ലാ ദിവസവും നമുക്ക് ഓരോന്ന് മാറി മാറി ചെയ്യാം കേട്ടോ. നാളെ വേറെ കാണിക്കാം. എൻ്റെ കയ്യിൽ ഇതാ ഇങ്ങനെ ഒരു വലിയ ബോക്സിനകത്ത് ഞാനെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ദിവസം ഓരോന്ന് തേക്കാം. ഫ്രിഡ്ജിനകത്ത് വെക്കും കേട്ടോ, അല്ലെങ്കിൽ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ കണ്ടോ. ഇഡലി മാവിനേക്കാൾ ഇച്ചിരി കൂടെ ഒലിച്ച് പോകാതെ, സ്തോത്രം, ഒലിച്ച് പോകാതെ അവിടെ ഇരിക്കണം. വെള്ളമയം കൂടുതലുണ്ടെങ്കിൽ ഒത്തിരി താമസം ഒന്ന് ഉണങ്ങി കിട്ടുന്നതിന്. നമ്മൾ എല്ലാ ദിവസവും എണ്ണയിൽ ഇതുപോലെ നാച്ചുറൽ തേച്ചില്ല. കെമിക്കലാണെങ്കിൽ ഒരു 10-15 ദിവസമൊക്കെ നിൽക്കും അല്ലേ. ഇത് ആവുമ്പം എല്ലാ ദിവസവും എന്തെങ്കിലും തേക്കണം. കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ കേട്ടോ തേക്കാൻ പറ്റും. ഇതൊക്കെ നല്ലതല്ലേ. തൈര് ഭയങ്കര ക്ലെൻസിങ് കിട്ടുന്നതാണ്. കടലമാവ് മുഖം വെളുക്കുകയും ഗ്ലോ കിട്ടുകയും ചെയ്യുന്നതാണ്.
കസ്തൂരി മഞ്ഞളും മുഖം വെളുക്കാനും മുഖത്തെ പാടുകൾ പോകാനും നല്ലതാണ്. ഞാൻ നിങ്ങളെ ഈ കാണിക്കുന്ന സമയത്തേ ഉള്ളൂ കേട്ടോ ചെയ്യുന്നത്, അല്ലാതെ എന്നും ചെയ്യത്തൊന്നുമില്ല. നിങ്ങളെ ഇങ്ങനെ കാണിക്കുമ്പം അന്ന് ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാതെ തന്നെ ഒരു എല്ലാ ദിവസവും ചെയ്യത്തൊന്നുമില്ല. നിങ്ങളോട് ഈ എല്ലാ ദിവസവും ഒന്ന് പറയുന്നെന്നല്ലാതെ ചെയ്യത്തില്ല. നമുക്കിനി എല്ലാ ദിവസവും എന്നതിലൊക്കെ ചെയ്യാം, മുഖം വൃത്തിക്കിരിക്കട്ടെ അല്ലേ, അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരും. അതുകൊണ്ട് നമുക്കിതൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും എന്നെങ്കിലും ഒന്ന് തേക്കാം. ഈ ഹെയർ ബാൻഡ്, ഫേഷ്യൽ ബാൻഡ് നമ്മൾ ആമസോണിൽ ഇന്ന് വാങ്ങിച്ചാണ്. 116-ന് 2 തോന്നുന്നു. 2 ഉണ്ട്, ബ്ലാക്കും വൈറ്റ് എന്തിനാണോ ഒരു തന്നെ. വൈറ്റ് എല്ലാം പറ്റി പിടിച്ച് അതിനെ കഴുകാനൊക്കെ മടുപ്പാണ്. അല്ല, കഴുകിയാലും വെളുക്കത്തില്ലല്ലോ മഞ്ഞളൊക്കെ തേക്കുമ്പോഴേ. അപ്പോൾ ഇന്ന് നമുക്ക് ഇതുകൂടെ ആകുമ്പോൾ ഉണങ്ങിയിട്ട് ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ, ഉണങ്ങിയിട്ട് കഴുകി കഴിയുമ്പോൾ കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ആക്കും. ഇന്ന് വലിയ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് എങ്ങും പോകാനോ കണ്ടൻറ്റോ ഒന്നും ഇല്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ പുറത്തോട്ട് ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് പോയ വീഡിയോയും ഇന്ന് തിങ്കളാഴ്ച രാവിലെ ഇതൊക്കെ തേക്കുന്നതും അതൊക്കെയായിട്ടത് ഇന്നലത്തെയും ഇന്നത്തെയും കൂടെ, ഞായറാഴ്ചത്തെയും ഇന്നത്തെ തിങ്കളാഴ്ചത്തെയും കൂടെ മിക്സ് ചെയ്ത് കാര്യങ്ങളായിരുന്നത്. വേറെ ഒന്നും പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ല, എങ്ങും പോകുന്നൊന്നുമില്ല. പോവുകയാണേലല്ലേ വല്ലതും ഉള്ളൂ. അപ്പം ഇന്നലെ വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് പോയതും ഇന്ന് തിങ്കളാഴ്ച വീട്ടിലെ ഇങ്ങനത്തെ നമ്മുടെ കാര്യങ്ങളും ഒക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തേച്ചുകൊണ്ട് നമ്മുടെ തുണി അലക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം ഒന്ന് വിരിച്ചിടട്ടെ. എന്നിട്ട് കുറച്ച് അലക്കിയത് കിടപ്പുണ്ട് കട്ടിലയിൽ. കഴിഞ്ഞ ദിവസത്തെ 3-4 ദിവസം മുമ്പിലത്തെ നല്ല തിരക്കായിരുന്നുകൊണ്ട് എനിക്ക് മടക്കാൻ പറ്റിയില്ല. ഇതുണ്ട് സ്പ്രിങ് മുടി പുതിയതുണ്ടായി വരുന്ന ഈ താഴ്വശത്ത്. അപ്പോൾ അത് കണ്ടില്ല, അതേ കൂട്ടി അങ്ങ് തേച്ചു. പെടലി എല്ലാം ഡള്ളായിരിക്കുന്ന, ടാൻ അടിച്ചായിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ട് വേറെ ഏത് പെൺപിള്ളേരാന്നേലും അതൊക്കെ കലക്കി തേക്കുമായിരുന്നു. അതിനൊക്കെ മെഡിക്കുകൾ എൻ്റെ അനിയത്തിമാരൊക്കെ. ഞാൻ മാത്രം ഇങ്ങനെ മേടിച്ചു വെക്കും എല്ലാം. തേക്കാൻ മടിയാ. തേക്കുമായിരുന്നെങ്കിൽ എത്ര നന്നായിട്ടിരുന്നേനെ. ഒരുമാതിരി ടാൻ അടിച്ചല്ലേ എൻ്റെ ദേഹം മുഴുവൻ ഇരിക്കുന്നത്. അതാ കുഴപ്പം. കടലിയൊക്കെ കണ്ടോ ടാൻ അടിച്ച്. 1/2 ഇരിക്കുമ്പോൾ നമുക്ക് തുണിയൊക്കെ വിരിച്ചിട്ട് ഞാനിത് ഉണങ്ങിക്കഴിയുമ്പോൾ കഴുകുമല്ലോ. കഴുകിയിട്ട് തുടയ്ക്കുന്നതിന് മുമ്പേ കാണിക്കാവേ. എന്നിട്ട് മൊത്തം തുടച്ച് കഴിയുമ്പോൾ നമുക്ക് വീഡിയോ അങ്ങ് വൈൻഡപ്പ് ആക്കാം. കയ്യെ തേക്കുന്നില്ല, തുണി വിരിക്കണമല്ലോ, അതുകൊണ്ട് കയ്യെ തേക്കുന്നില്ല. കൈ ഭയങ്കര ടാന് ഉണ്ടോ. രാവിലെ ഒരു ബൗള് പൊട്ടിച്ചു, പറഞ്ഞിട്ടില്ല. എൻ്റെ കൈ പൊട്ടുന്ന സാധനം എടുത്ത് അന്നേരം പൊട്ടും. അതെന്നാന്ന് വെച്ചാൽ എൻ്റെ കാലിൽ ചൊറിച്ചിലുണ്ട്. അപ്പം അതിൻ്റെ ഒരു ലോഷൻ മിക്സ് ചെയ്ത് തേക്കാൻ ഡോക്ടർ തന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഇടത്ത് കാലയിൽ പത്തിയുടെ അവിടെ മേളിലോട്ട് എപ്പോഴും വരുന്ന വർഷത്തിലൊന്നങ്ങനെ ഒരു ചൊറിച്ചിൽ പരിപാടി, അലർജി. അപ്പം ഡോക്ടർ ഒരു ലോഷൻ തന്നിട്ടുണ്ട്.
അത് മിക്സ് ചെയ്ത് തേക്കണം. ഒരു തേച്ച് തീർന്നിട്ട് അതേ കിടന്ന് വടിച്ചത് കൈയും തെന്നിപ്പോയി. അന്നേരം ഇത് സൂക്ഷിച്ച് വേണം ഇനിയിപ്പം. ബൗൾ ഒത്തിരി ഉണ്ട് ഇങ്ങനത്തെ ചെറുത്, ഒന്നും പറഞ്ഞ് കളയാൻ പറ്റത്തില്ല. സൂക്ഷിച്ച് ചെയ്യട്ടെ. കടലി നല്ല ടാന, ഒന്നും തേക്കാനിട്ട. ഞാൻ ക്രീമുകളൊന്നും തേക്കത്തില്ല കേട്ടോ. ആഷറിന് കൊടുത്തു വിടാൻ വേണ്ടി മോയ്സ്ചറൈസിങ് ക്രീം ഈ കറ്റാർ വാഴയുടെ വാങ്ങിച്ചായിരുന്നേ, 1-2 എണ്ണം. അപ്പോൾ അത് കൊടുത്തു വിടാൻ പറ്റിയില്ല. അങ്ങനത്തെ പോസ്റ്റിൽ അയക്കാൻ പറ്റത്തില്ല. അപ്പം അതിവിടെ ഇരിപ്പുണ്ട്. ഞാൻ കാലയിൽ ഇങ്ങനെ രാത്രി ലേസിക്കകത്ത് നമ്മൾ കിടക്കുമ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ ഒരുമാതിരി വലിഞ്ഞ് ഒരുമാതിരി ഇരിക്കുകയും ദേഹം മുരാണ്. അപ്പോൾ ഞാനത് കാലയിൽ തേച്ചിട്ട് കിടക്കും, ഓർത്തെങ്കിൽ. അങ്ങനെ അല്ലാതെ മുഖത്ത് ഒന്നും തേക്കത്തില്ല. മുഖത്ത് തേച്ചാലേ നമ്മുടെ മുഖം പോകും. പിന്നെ അങ്ങനെ ഇടയ്ക്ക് പണ്ട് തേച്ച് എൻ്റെ മുഖമെല്ലാം പോയെ. പിന്നെ നമുക്ക് ചുണ്ട കഴിക്കുന്നു. പിന്നെ നമുക്ക് ഇതിപ്പോൾ കയ്യെ തേച്ചത്, അല്ലെങ്കിൽ തുണി വിരിക്കാൻ പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി കളയട്ടെ, എന്നിട്ട് മൂത്ത് ഉണങ്ങട്ടെ. അപ്പോൾ തുണി വിരിച്ചിട്ട് വരാം കേട്ടോ. ഇത് ഞാൻ ചുമ്മാ മിച്ചമുള്ളതൊന്ന് ഇതാക്കിയത്. ഇനി വർത്താനം പറയരുത്, ഉണങ്ങാൻ പോവാം. നല്ല കുഴമ്പായിട്ട് എടുത്തുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും. ഫാനിൻ്റെ അടിയിൽ ഇരുന്നുകൊണ്ടായിരിക്കും. അപ്പോൾ ഇനി മിണ്ടുന്നില്ല, തുണി വിരിച്ചിട്ട് തുടയ്ക്കാൻ നേരം കാണിച്ചു തരാവേ. അപ്പോൾ സൂപ്പർ പായ്ക്കാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്തു നോക്കുക. എല്ലാ ദിവസവും ചെയ്യാം കേട്ടോ. എല്ലാ ദിവസവും ചെയ്യാൻ ഒരു ഗുണം എന്നാണെന്നറിയാം, നമ്മുടെ തൈര് നല്ല ക്ലെൻസിങ് അല്ലേ. പിന്നെ ഈ കസ്തൂരി മഞ്ഞൾ എല്ലാ ദിവസവും അങ്ങനെ അങ്ങ് തേക്കുമ്പോൾ നമ്മുടെ ഭയങ്കര ടാൻ എല്ലാം അങ്ങ് മാറി നല്ലൊരു കുളിർമയായി, നല്ല സോഫ്റ്റായി കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റായി. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അന്നുള്ള ടാനും മാറും. കറുത്ത പാടുകളൊക്കെ മുഖത്തുണ്ടെങ്കിൽ അതെല്ലാം പോവും. എനിക്ക് പിന്നെ അങ്ങനത്തെ കുത്തൂത്ത് പാട് ദൈവം സഹായിച്ചില്ല. പക്ഷെ കുരുവൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പഴകുമ്പോൾ ഇങ്ങനെ ആവും. ഞാനിങ്ങനെ പിടിച്ച് പൊട്ടിക്കുമ്പോഴേ അതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറ്റേ കസ്തൂരി മഞ്ഞൾ തേക്കുമ്പോൾ അങ്ങ് മാറും. പിന്നെ കടലമാവ് ഗ്ലോയ്ക്കും പിന്നെ നല്ല വെളുക്കാനും ബ്രൈറ്റൻ കേട്ടോ, അതിനാണ്.
അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ ഇനി ഞാൻ പോയി കുളിക്കട്ടെ. അപ്പോൾ നാളെ നമുക്ക് അടുത്ത പുതിയ വീഡിയോയുമായി ദൈവം സഹായിച്ചേക്കാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആരും വീഡിയോ കാണുന്നില്ല, എല്ലാം ഷെയറൊക്കെ ചെയ്തൊന്ന് കൊടുക്കണം. ഇന്നലത്തെ ഡൈയുടെ കാര്യം ഞാൻ ഡൈയുടെ വീഡിയോ ഇട്ടത് ഒന്നുകൂടെ മനസ്സിലായില്ലേ? കുറേ ഇലകളും ഇതൊക്കെ. ഇത് എനിക്കിതേ ഈ പൊങ്ങി നിൽക്കുന്നതൊക്കെ ഇതേ പുതിയ മുടികളിങ്ങനെ കിളുത്ത് വന്ന് നീളം വെച്ചതാണ്. അത് കാരണം എനിക്കിപ്പോൾ ആ ചെറിയ ബോ വെച്ചാൽ പോരാ, വലിയ ബോ തന്നെ വെക്കണം. എൻ്റെ വലിയ ബോ ഇല്ലേ, നല്ല വീതിയുള്ള, അത് തന്നെ വെക്കണം, അല്ലെ മൊത്തം മൂടിയിരിക്കത്തില്ല. ചെറുത് വെച്ചാൽ അതിൻ്റെ പൊക്കത്തൂടെ ഇതിങ്ങനെ നിൽക്കും, കുഞ്ഞത് വെച്ചാലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ഒത്തിരി ഇങ്ങനെ മുടി തലയ്ക്കകത്തെല്ലാം നല്ലതായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ. നീളം വെച്ചോളും, കുഴപ്പമില്ല. എല്ലാ ദിവസവും അങ്ങനെ, എല്ലാ ദിവസവും അല്ല, ഒരു ആഴ്ചയും 3 ദിവസം. ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ചെയ്ത ഡൈ ഇല്ലേ, ഡൈ മീൻസ് നമ്മുടെ ക്ഷമാനിഹാറും പിന്നെ വീട്ടിലെ കുറേ ഇലകളും, എല്ലാ ഇലകളും നല്ലതല്ലേ, കറ്റാർ വാഴയും മുരിങ്ങയില എല്ലാം നല്ലതല്ലേ. പക്ഷെ കറിവേപ്പില ഉണ്ടായിരുന്നു, കറിവേപ്പിലയൊക്കെ നല്ലതല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യണം. എന്താ എൻ്റെ മുടി കണ്ടോ, എപ്പോഴും ഈ ബ്രൗൺ കളറിലേ ഇരിക്കത്തുള്ളൂ എൻ്റെ മുടി. ബ്രൗണ്, ഒരു ഡാർക്ക് ബ്രൗൺ ആൻഡ് ബ്ലാക്ക്, അല്ലാതെ ഇപ്പം നരയേ ഇല്ല എനിക്ക് മുടി. അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കുക കേട്ടോ, എല്ലാ ദിവസവും ചെയ്ത് നോക്കുക. അപ്പം വളരെ വിശ്വസ്തമായിട്ട് പറയുക, ചെയ്തു നോക്ക്. അപ്പം നമുക്ക് നാളെ ദൈവം സഹായിച്ച അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കര ഉമ്മ.